അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളലാണ് ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ. അതേക്കുറിച്ച് ഏതാനും വാചകങ്ങൾ കൂടി പറയാം. അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളലാണ് ഇസ്ലാം, അല്ലാതെ കുറച്ചു സമയം അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി പോകരുത്. മുഴുവൻ സമയവും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളുക. സൂറത്ത് ഹുജറാത്ത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. കാലത്തിൽ അറാബ് ആമന്ന എന്ന് തുടങ്ങുന്ന ഭാഗം ലേശം മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഞാൻ ഓതിയ സൂറത്ത് മുഹമ്മദിലെ ആയത്തിന്റെ ആശയത്തിന് ഇപ്പുറത്ത് നമുക്ക് ആശ്വാസം നൽകുന്ന, അവിടെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു സൂക്തമാണത്. എന്ത്? നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി കളയരുത്. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്താ? വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അഅമാലികും ഷൈഅ. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഒരു പ്രവൃത്തിയും വെറുതെ ആവില്ല. അടിസ്ഥാനപരമായി അള്ളാഹു നമ്മോട് നിയമമാക്കിയ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ജീവിത മേഖലയിൽ ഉപജീവനാർത്ഥവും മറ്റും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ പരിശുദ്ധരായി എടുത്ത് സുന്നത്തും ഫർളും നിർവഹിച്ച് മസ്ജിദുകളിൽ സജീവമാവുക ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ സമയവും സാധ്യമല്ല. അങ്ങനെ പോകാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുമില്ല. അപ്പൊ ജീവിതം വിശാലമായ മേഖലകളിൽ പരന്നു കിടക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ ഏർപ്പെടുകയാണ്. ഓരോന്നിലേർപ്പെടുമ്പോഴും റബ്ബിന്റെ റിളയുടെ വഴി ഇതിലേതാണ്, അവന്റെ പ്രീതിയുടെ മാർഗം ഏതാണ്, അവനുള്ള അനുസരണം ഇതിലേതാണ്, അവനുള്ള അനുസരണക്കേട് ഏതാണ്, ഇത് കൃത്യമായും മനസ്സിലാക്കിയിട്ട് റബ്ബിനുള്ള അനുസരണത്തിന്റെ വഴി തന്നെയാണ് ഇയാൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ കൃഷി, ആ വാണിജ്യം, ആ കച്ചവടം, ആ വ്യവസായം, ആ പ്രവർത്തനങ്ങൾ അഖിലം സൽക്കർമ്മങ്ങളായിട്ട് റബ്ബ് രേഖപ്പെടുത്തും എന്നാണ് ഇത് മനസ്സിലാക്കി